ആ എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടെന്ന്. ആ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. കളി ഭയങ്കര കുരുത്തക്കേടാണ്. ആ ബാലുവിനെ പോലെ തന്നെ എല്ലാവരുടെ കുറ്റവും തലയിലെടുത്ത് വെച്ചോളൂ. ആരെന്ത് ചെയ്താലും ഞാനാ ചെയ്തതെന്ന് പറയും. ആ ആ വേറൊരു കാര്യം കേട്ടാ, ഇംഗ്ലീഷ് ടീച്ചറുടെ എക്സാം എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് അച്ഛൻ്റെ പേര് വെച്ചു. അവൾ മുട്ടബാലു എഴുതി വെച്ചമ്മ. പണ്ട് ശ്രീകുട്ടനെ അച്ഛൻ്റെ പേര് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും പടവലൊന്നും എഴുതി വെച്ചില്ലേ, അത് പടവലൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. സമയം ഫോൺ വയ്യ ചേച്ചി. അവൻ്റെ കൊടുക്കാനാ? എന്നാ കൊടുക്കാം. വേണ്ട വേണ്ടാന്നവാ പിന്നെയും പറഞ്ഞ വേണ്ടാന്ന്. എന്നാ അച്ഛൻ്റെ കൊടുക്കാൻ പോണാ? അന്നമ്മ അച്ഛൻ്റെ കൊടുക്ക്. എന്താച്ചാ ഇവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ കൊടുക്കട്ടാ. കൊടുക്ക. എന്നാ അച്ഛനാ പറ്റില്ലെന്ന് പറയണോ? ഹലോ. സംഭവം എന്താന്ന് വെച്ചാ, ഗ്യാസ് എടുത്തോണ്ട് വന്ന്. ഇവിടെ ഗ്യാസ് ഇല്ലായിരുന്നു. ഗ്യാസ് കൊണ്ടുവന്ന്. ഇത് നേരത്തെ സംസാരിച്ചപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടെങ്കിൽ എല്ലാവർക്കും കേൾക്കായിരുന്നു. ഗ്യാസ് എടുത്തോണ്ട് വന്ന് പിന്നെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഗ്യാസ് ഇല്ലായിരുന്നു. ഇല്ല, ഗ്യാസ് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഗ്യാസ് എടുക്കാൻ പോയത്. പിന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ താഴെ ഇറക്കി വെച്ചപ്പോഴത്തേക്ക് ഉളുക്കി. അത് തന്നെ, ബാക്കി കഥ പറഞ്ഞു തരാൻ. ശരി. കുറച്ച് ബെറ്റർ ആയില്ലേ? ബട്ടറായി. സിനിമ കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? നിനക്ക് എപ്പോ എന്തോ സംസാരിക്കണം, ഒരു പിടുത്തമില്ല. മക്കള് മാമന്റെ നടുവ് വെട്ടിയിരിക്കുകയാണ്. ചെറിയ കൊച്ചല്ലേ. എന്തായാലും കുട്ടുമാമൻ ഒരു കാര്യത്തില് സമാധാനപ്പെടാം. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ വല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം പറഞ്ഞ് ഊതി പെരിപ്പിച്ച് അവസാനം വീട്ടിനകത്ത് തന്നെ അടുപ്പും കൂട്ടി വീട് കത്തിച്ചേനെ. എന്തായാലും സൈറ്റിൽ പോയത് നന്നായി അച്ഛൻ. പക്ഷെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ 2000 രൂപയ്ക്ക് കരിഞ്ചന്തന്ന് വാങ്ങേണ്ടി വരൂലായിരുന്നു. പറഞ്ഞാലും കാര്യമുണ്ട്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നൈസിൽ എവിടെങ്കിലും പോയി ഒപ്പിച്ചുകൊണ്ട് വന്നേനെ ഈ സാധനം ഓസിനെ. ശ്രീ, ഇങ്ങനെയൊക്കെ കാണിക്കണേന് പിന്നെ ചേട്ടനൊന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ? ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ. അപ്പൊ നിർത്താൻ ഉദ്ദേശമില്ലേ? ഇനി ഇങ്ങനെ വല്ലതും കാണിച്ച എന്റെ സ്വഭാവം മാറുവേ. കൊളംബിലടിച്ചില്ലേ? നോക്കിട്ട് വരാം. ബാലു ഇല്ലാതെ നന്നായി. ഇല്ലെങ്കിൽ ഇപ്പൊ 2000-ന് 5000 ആയനെ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരാടാ ജയിച്ചു? അമ്മ എന്താ ഗ്യാസ് കുറ്റിയാ? പൈസ മാമ പൈസ. ചേച്ചി ഉള്ള പൈസ എടുത്ത് കൊടുത്തേ. ഈ ഗ്യാസ് കുറ്റിയത് മാമ ബുക്ക് ചെയ്തത്. നീ ബുക്ക് ചെയ്തിട്ടാണോ മറ്റേത് എടുക്കാൻ പോയത്? കിട്ടിയില്ല. കിട്ടിയില്ലല്ല. ഇപ്പൊ കിട്ടില്ലെന്ന് വരെ പറഞ്ഞു. ആ പുള്ളി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. കാശ് കൊടുക്കണം. അയ്യോ ചേച്ചി, പൈസ കൊടു ചേച്ചി. ഇതിന് നല്ല ബാലു ഇവിടെ ഉള്ളത് തന്നെയായിരുന്നടാ. അല്ല, ഞാൻ പിന്നെ തരാം, കൊടുത്തരാം. മേശക്കാത്ത എടുത്തോണ്ടാ കൊടു. വന്നതും നിന്നതും എല്ലാം കണക്കാ. ശ്രീകുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതുപോലെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യല കേട്ടാ. ആശും പോയി നടുവും വെട്ടി കിടക്കും എവിടെയെങ്കിലും. പയ്യല്ലേ ചെയ്യണ.